ഹായ് മക്കളെ, HSIയുടെ എക്സാം ഡേറ്റ് ഒക്കെ വന്നു. നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഈ സെഷനിൽ നമുക്ക് കെമിസ്ട്രി സിലബസ് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഓക്കെ, കെമിസ്ട്രിയിൽ 5 മൊഡ്യൂളാണ് നമുക്ക് പഠിക്കാനുള്ളത്. മൊഡ്യൂൾ 4, മൊഡ്യൂൾ 5, താഴോട്ട് വന്നാൽ മൊഡ്യൂൾ 6, മൊഡ്യൂൾ 7 ആൻഡ് വോട്ട് മൊഡ്യൂൾ 8. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഇനി കെമിസ്ട്രിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇവരുടെ വെയിറ്റേജ് എത്രയാണ്? കെമിസ്ട്രിയുടെ വെയിറ്റേജ് വരുന്നത് 40 മാർക്സ് ആണ്. ഓക്കെ, ആൻഡ് കെമിസ്ട്രിയുടെ കാര്യം പറയുകയാണെങ്കിൽ മെജോറിറ്റി ഓഫ് ദ പോർഷൻസും, അതായത് ഒരു 80-90% സിലബസ് എന്ന് പറയുന്നത് +1 +2 ടോപ്പിക്സ് ആണ്. ഈ കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ കഴിഞ്ഞ വർഷത്തെ PYQ ഒക്കെ കംപ്ലീറ്റ് ഡിസ്കസ് ചെയ്തതാണ്. കെമിസ്ട്രി 2018 ഒക്കെ നമ്മൾ കംപ്ലീറ്റ്ലി ഡിസ്കസ് ചെയ്തതാണ്. ഡിസ്കസ് ചെയ്തപ്പോൾ കാണാൻ പറ്റിയത് ഒരു ഈസി ടു മോഡറേറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് കെമിസ്ട്രിയിൽ വരുന്നത്. ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. അപ്പോൾ +1 +2 ആയതുകൊണ്ട് തന്നെയും ഈസി ടു മോഡറേറ്റ് ആയതുകൊണ്ടും കെമിസ്ട്രി വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും നിങ്ങളുടെ എക്സാം മാർക്ക് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഈ 40 മാർക്ക് നിങ്ങൾക്ക് സെക്യൂർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, കെമിസ്ട്രിയിൽ നിങ്ങൾക്ക് 40 മാർക്ക് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് സെക്യൂർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യത്തെ 5 റാങ്കുകളിൽ വരും എന്നുള്ളത് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. നിങ്ങൾ എയിം ചെയ്യേണ്ടതും ആദ്യത്തെ 5 റാങ്കുകളായിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഒരുപാട് കുട്ടികളോട് ചോദിക്കുമ്പോൾ ഫിസിക്സിനേക്കാൾ കെമിസ്ട്രിയാണ് അവർക്ക് ഈസി എന്ന് പറയുന്നുണ്ട്. സോ ബേസിക്കലി കെമിസ്ട്രി കുറച്ചും കൂടെ ഈസിയാണ്. ഞാനൊരു കെമിസ്ട്രി ടീച്ചർ ആയതുകൊണ്ടും പറയുകയാണ്. അപ്പോൾ കെമിസ്ട്രിയിൽ നിങ്ങൾ നല്ല ഗ്രിപ്പ് ഉണ്ടാക്കിയെടുക്കുക, നല്ല രീതിയിൽ കംപ്ലീറ്റ് ആയിട്ട് സിലബസ് കവർ ചെയ്യുക, ഈ 40 മാർക്ക് മേടിച്ച് വെക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായിരിക്കും? സീറ്റ് ഉറപ്പായിരിക്കും. ഓക്കെ, ആദ്യത്തെ 5 റാങ്കുകളിൽ തന്നെ നിങ്ങൾ വരും. അപ്പോൾ ആ രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യാം. സിലബസ് നമുക്കൊന്ന് നോക്കാം. മൊഡ്യൂൾ 4ൽ നമുക്ക് എന്തൊക്കെയാണ് കവർ ചെയ്യാനുള്ളത്? ബോർ ആറ്റം മോഡൽ +2 നിന്നാണ് അല്ലേ? അതേപോലെ വേവ് നേച്ചർ ഓഫ് മാറ്റർ, അൺസർട്ടാനിറ്റി പ്രിൻസിപ്പിൾ, ഇതൊക്കെ എന്താണ്? യെസ്, +2 നിന്ന് വരുന്ന ടോപ്പിക്സ് ആണ്. മൊഡ്യൂൾ 4ലും മൊഡ്യൂൾ 5ലും നിങ്ങൾക്ക് BSCയുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. അതിനുശേഷം മൊഡ്യൂൾ 6, 7, 8 ഒക്കെ നോക്കുമ്പോൾ ഒരുപാട് +1 +2 കാര്യങ്ങൾ കാണുന്നുണ്ട്. ഓക്കെ, +1 +2 കാണുന്നുണ്ട്. പക്ഷേ മൊഡ്യൂൾ 4ഉം 5ഉം നോക്കുമ്പോൾ എന്താണ്? നിങ്ങളുടെ BSc ആണ് കുറച്ചും കൂടെ സിലബസ് കാണുന്നത്. ഓക്കെ, അതേപോലെ വേറെ എന്തൊക്കെയാണുള്ളത്? യെസ്, വെക്റ്റർ ആറ്റം മോഡൽ ഉണ്ട്. ഹൈഡ്രജൻ സ്പെക്ട്ര എഗെയിൻ എന്താണ്? +1 +2ലാണ്. ഇവിടെ നിന്ന് മിക്കവാറും നിങ്ങളോട് ചോദ്യം ചോദിക്കുന്നതാണ്. ഹൈഡ്രജൻ സ്പെക്ട്ര വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ റേഡിയോ ആക്ടിവിറ്റി, ന്യൂക്ലിയർ ഫിഷൻ, ഫ്യൂഷൻ, ഇവരെ പറ്റിയൊക്കെ ചോദിക്കുന്നുണ്ട്. ആൻഡ് ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സോളിഡ് സ്റ്റേറ്റുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. സോളിഡ് സ്റ്റേറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ മില്ലർ ഇൻഡിസസ് നോക്കി, നിങ്ങൾ മില്ലർ ഇൻഡിസസ്, ബ്രേവിയസ് ലാറ്റിസ്, ബ്രാഗ്സ് ലോ ഒക്കെ ചോദിക്കുന്നുണ്ട്. ബ്രാഗ്സ് ലോ എന്താണ്? L(λ) = 2D sin θ. ഈ ഇക്വേഷനിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ചോദ്യങ്ങൾ ഉണ്ടാവും. പാക്കിംഗ് ഫ്രാക്ഷൻ, സൂപ്പർ കണ്ടക്ടിവിറ്റി പറ്റി കഴിഞ്ഞ പ്രാവശ്യവും ചോദ്യം ഉണ്ടായിരുന്നു. സൂപ്പർ കണ്ടക്ടിവിറ്റിയെ പറ്റി ആ ഒരു ചോദ്യം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. മീസ്നർ എഫക്റ്റ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പോൾ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കും കൂടെ നിങ്ങൾ പഠിക്കണം. സൂപ്പർ കണ്ടക്ടിവിറ്റി ആകുമ്പോൾ മീസ്നർ എഫക്റ്റും സൂപ്പർ കണ്ടക്ടർ എന്തായിരുന്നു എന്നാണ് ചോദിച്ചിരുന്നത്. ഡയാമാഗ്നറ്റിക് ആണ് എന്നുള്ള ചോദ്യമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചത്. ഓക്കെ, അപ്പോൾ റേഡിയോ ആക്ടിവിറ്റിയുമായിട്ടും മൊഡ്യൂൾ 4ൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് മൊഡ്യൂൾ 4ഉമായിട്ട് റിലേറ്റഡ് ആയിട്ട് പറയാനുള്ളത്. അപ്പോൾ ഏതൊക്കെ ടോപ്പിക്കാണ്? സോളിഡ് സ്റ്റേറ്റ് നമുക്ക് നോക്കണം. ബോർ ആറ്റം, വെക്റ്റർ ആറ്റം മോഡൽ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? സ്ട്രക്ചർ ഓഫ് ആറ്റം നമുക്ക് അറിഞ്ഞിരിക്കണം. സ്ട്രക്ചർ ഓഫ് ആറ്റം ഇതും +1ലെ ടോപ്പിക്കാണ്. സ്ട്രക്ചർ ഓഫ് ആറ്റം നമുക്കറിയണം. അതേപോലെ സോളിഡ് സ്റ്റേറ്റ് +2. ആൻഡ് അഗെയിൻ ഇവിടെ മില്ലർ ഇൻഡിസസും ക്രിസ്റ്റൽ സിമ്മട്രി ഒക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. ആൻഡ് ബ്രാഗ്സ് ലോവിനെ പറ്റിയിട്ട് നമുക്ക് അത്യാവശ്യം ഒരു ഐഡിയ വേണം. ഓക്കെ, അഗെയിൻ പോസ്റ്റ്ലേറ്റ്സ് ഓഫ് വേവ് മെക്കാനിക്സ്, ഷ്രോഡിഞ്ചർ ഇക്വേഷൻ, ഇതൊക്കെ ക്വാണ്ടം കെമിസ്ട്രിയുമായി റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അത് അടുത്ത സിലബസിലും വരുന്നുണ്ട്. ഓക്കെ, അടുത്ത മൊഡ്യൂളിലും വരുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് എനിക്ക് മൊഡ്യൂൾ 4ഉമായിട്ട് പറയാനുള്ളത്. ഇനി മൊഡ്യൂൾ 5നെ പറ്റി പറയുമ്പോൾ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യമാണ്. സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നോക്കിയേ, ഇവിടെ ഇത്രയും കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് എടുക്കുകയാണെങ്കിൽ, ഓക്കെ, അമോർഫസ് ആൻഡ് ക്രിസ്റ്റലൈൻ സോളിഡ്സ്, ഡിഫക്ട്സ് ഇൻ ക്രിസ്റ്റൽ, സ്റ്റോഷിയോമെട്രിക് ആൻഡ് നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്ട്സ്, ഇത്രയും എന്താണ്? സോളിഡ് സ്റ്റേറ്റുമായി റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇതൊക്കെ എന്താണ്? സോളിഡ് സ്റ്റേറ്റ് ആണ്. ഇനിയുള്ളത് ഇതെന്താണ്? സോളിഡ് സ്റ്റേറ്റ് ആക്ച്വലി +2 സിലബസ് അല്ലേ? യെസ്. പിന്നെ ഉള്ളത് ഐഡിയൽ ആൻഡ് നോൺ ഐഡിയൽ സൊല്യൂഷൻ, ഹെൻറീസ് ലോ, റോൾസ് ലോ, ഡൈല്യൂട്ട് സൊല്യൂഷൻസ്, കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി, വാൻ ഹോഫ് ഫാക്ടർ എന്നൊക്കെ പറയുന്നത് എന്താണ് മക്കളെ?
സൊല്യൂഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് വരുന്നതാണ് അല്ലേ. സൊല്യൂഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് വരുന്നതാണ്. ഇനി ഇവിടെ നോക്കിയേ, സോലുബിലിറ്റി പ്രൊഡക്റ്റ്, കോമൺ അയോൺ എഫക്റ്റ്, പ്രിസിപ്പിറ്റേഷൻ ഓഫ് കാറ്റയോൺസ് എന്നൊക്കെ പറയുന്നത് എന്താണ്? സോലുബിലിറ്റി പ്രൊഡക്റ്റ് ഒക്കെ എവിടെ നിന്നാണ്? യെസ്, അയോണിക് ഇക്വിലിബ്രിയത്തിൽ നിന്നാണ് നമുക്കിതൊക്കെ പഠിക്കാനുള്ളത്. ആൻഡ് അഗെയിൻ അയോണിക് ഇക്വിലിബ്രിയം ആകുമ്പോൾ കെമിക്കൽ ഇക്വിലിബ്രിയത്തിനും പറ്റി നമ്മൾ പഠിക്കണം. അത് അടുത്ത മൊഡ്യൂളിൽ കൊടുത്തിട്ടുണ്ട്, എന്നാലും ഞാനിവിടെ എഴുതാം. അഗെയിൻ കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് എന്താണ്? +2 ലെവൽ ടോപ്പിക്കാണ്. അതുകൂടാതെ യെസ്, precipitation of cations, principles of volumetric analysisum, theories of indicatorsum നമുക്ക് അറിയണം. ഓക്കെ, ഇനിയുള്ളത് ഇവിടെ നോക്കിയേ, പ്രിൻസിപ്പിൾസ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ക്രൊമാറ്റോഗ്രഫി. ഓക്കെ, പ്യൂരിഫിക്കേഷൻ ടെക്നിക്സ്. ജിയോസിയിലെ ഏതാണ്? പ്യൂരിഫിക്കേഷൻ ടെക്നിക്സ് ആണ് അല്ലേ. യെസ്, പ്യൂരിഫിക്കേഷൻ ടെക്നിക്സിൽ എല്ലാം ഒന്നും നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. ഇവിടെ കൊടുത്തത് മാത്രം പഠിക്കുക. ഏതൊക്കെയാണ്? കോളം ക്രൊമാറ്റോഗ്രഫി ഉണ്ട്, പേപ്പർ ക്രൊമാറ്റോഗ്രഫി ഉണ്ട്, തിൻ ലെയർ ക്രൊമാറ്റോഗ്രഫി, പാർട്ടീഷൻ ക്രൊമാറ്റോഗ്രഫിയെ പറ്റി നിങ്ങൾ പഠിക്കുക. ആൻഡ് വോട്ട് യെസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് അയോൺ എക്സ്ചേഞ്ച് ക്രൊമാറ്റോഗ്രഫിയെ പറ്റിയത് നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, യെസ്. ഇനി ഇതും എന്തുതന്നെയാണ്? +2 ലെവൽ ടോപ്പിക് തന്നെയാണ്, ജിയോസിയുമായി റിലേറ്റഡ് ആണ്. ഇനി അടുത്ത നോക്കിയാൽ നിങ്ങൾ സ്ട്രക്ചർ ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് സിലിക്കോൺസ്, സിലിക്കേറ്റ്സ്, സിയോലൈറ്റ്. ഓക്കെ, ആൻഡ് സിമെൻറ്റ്, ഗ്ലാസ്, ഇനോർഗാനിക് ഫെർട്ടിലൈസേഴ്സ്. ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. ഇത് +1 പി ബ്ലോക്കുമായി റിലേറ്റഡ് ആയിട്ടാണ്. സിലിക്കേറ്റ്സ് എന്നൊക്കെ പറയുമ്പോൾ അവിടെ കവർ ചെയ്തിട്ടുണ്ട് അല്ലേ. സിലിക്കേറ്റ്സ്, സിയോലൈറ്റ്സ് ഒക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും. ഓക്കെ, യെസ്. ആൻഡ് ഫൈനലി നിങ്ങൾക്ക് ടൈപ്സ് ഓഫ് പൊല്യൂഷൻ അല്ലേ, എയർ, വാട്ടർ പൊല്യൂട്ടൻസ്, കൺട്രോൾസ് ഓഫ് എയർ, വാട്ടർ പൊല്യൂഷൻ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കും. എൻവയോൺമെൻറ്റൽ കെമിസ്ട്രിയുമായി റിലേറ്റഡ് ആയിട്ട് യെസ്, പൊല്യൂഷനെ പറ്റിയൊക്കെ നമുക്ക് ഒരു ഐഡിയ വെക്കുക. ആൻഡ് ഇനി നോക്കിയേ, ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ എന്താണുള്ളത്? സ്പെക്ട്രോസ്കോപ്പി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്പെക്ട്രോസ്കോപ്പിയെ പറ്റിയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം. ഏതൊക്കെയാണ്? യെസ്, നമുക്ക് റൊട്ടേഷണൽ, വൈബ്രേഷണൽ, രാമൻ, ഇലക്ട്രോണിക് ആൻഡ് NMR സ്പെക്ട്രോസ്കോപ്പി. ഇവരുടെ ബേസിക് പ്രിൻസിപ്പിൾസും ആപ്ലിക്കേഷനുമാണ് നമുക്ക് അറിയേണ്ടത്. ഒരുപാട് ക്വസ്റ്റ്യൻസ് PSC ചോദിച്ചു വരുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ ക്വസ്റ്റ്യൻസിലൂടെ കടന്നു പോയാലും മതി, നിങ്ങൾക്ക് നല്ല രീതിയിൽ കോൺഫിഡൻസ് കിട്ടും. ഓക്കെ, അതേപോലെ ബോൺ ഒപ്പൻമയർ അപ്രോക്സിമേഷൻ, ഇവിടെ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ രാമൻ സ്പെക്ട്രോസ്കോപ്പി, റൊട്ടേഷണൽ, വൈബ്രേഷണൽ, NMR സ്പെക്ട്രോസ്കോപ്പി, ഇത്രയും കാര്യങ്ങളിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ രാമൻ സ്പെക്ട്രോസ്കോപ്പിയുമായി റിലേറ്റഡ് ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഓക്കെ, NMRും IR ഒക്കെ ഞാൻ എന്ത് ചെയ്ത് തരാം, നിങ്ങൾക്ക് വരുന്ന ദിവസങ്ങളിൽ കവർ ചെയ്ത് തരാം. ഓക്കെ, ആൻഡ് അഗെയിൻ എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുള്ളത്, നമ്മൾ മൊഡ്യൂൾ 8മായി റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് ഡിസ്കഷൻ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, 50 ക്വസ്റ്റ്യൻസ്. ഓക്കെ, അടുത്തത് ഞാൻ മൊഡ്യൂൾ 7 ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരാം, ഇതേപോലെ 50 ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ നമുക്കത് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇങ്ങോട്ടേക്ക് തന്നെ വരാം. ആൻഡ് ഫൈനലി നമുക്കിവിടെ ഉള്ളത് എന്താണ്? യെസ്, ക്വാണ്ടം മെക്കാനിക്സ് ആണ്. ഓക്കെ, ക്വാണ്ടം മെക്കാനിക്സും നമുക്കൊന്ന് നോക്കുക. ഇവിടെയുള്ളത് ക്വാണ്ടം മെക്കാനിക്സ് ആണ്. ഒരുപാട് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും വരത്തില്ല കേട്ടോ ക്വാണ്ടം മെക്കാനിക്സിൽ നിന്ന്. അതുകൊണ്ട് നിങ്ങൾ ഈ പോർഷൻസ് ഒഴിവാക്കരുത്. ഐഗൻ ഫങ്ഷൻസ്, ഐഗൻ വാല്യൂസ്, അതേപോലെ പാർട്ടിക്കിൾ ഇൻ 1 ഡയമെൻഷണൽ ബോക്സ്, നോർമലൈസേഷൻ ഓഫ് വേവ് ഫങ്ഷൻസ്, അപ്ലിക്കേഷൻ ഓഫ് ഷോഡിഞ്ചർ വേവ് ഇക്വേഷൻസ്, ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. എവിടെന്നെങ്കിലും ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും ചോദിക്കുക. ഒരുപാട് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചോദ്യങ്ങളൊന്നും നിങ്ങളോട് ചോദിക്കത്തില്ല. ഓക്കെ, ഓർബിറ്റൽസ് ആൻഡ് കൺസെപ്റ്റ്സ് ഓഫ് ക്വാണ്ടം നമ്പേഴ്സ്, ഇതൊക്കെ എന്താണ്? സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ നിന്നുള്ള കോൺസെപ്റ്റ്സ് ആണ്. സ്ട്രക്ചർ ഓഫ് ആറ്റം, ഇവിടെ നിന്ന് ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാം. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ മൊഡ്യൂൾ 5 ഒന്ന് കൃത്യമായിട്ട് നോക്കി വെക്കുക. ഓക്കെ, സിസ്റ്റമാറ്റിക്കായി നിങ്ങൾ പഠിച്ചു പോയാൽ മതി. ഒരുപാട് കുഴപ്പിക്കുന്ന ചോദ്യങ്ങളൊന്നും കെമിസ്ട്രിയിൽ നിന്ന് എന്തായാലും വരത്തില്ല. അപ്പോൾ ക്വാണ്ടം മെക്കാനിക്സ് അല്ലേ, ഡിഫിക്കൽട്ട് അല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് ഒരിക്കലും വിട്ട് കളയരുത്. നിങ്ങൾ കൃത്യമായിട്ട് ഇതും ഒന്ന് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, നൗ നെക്സ്റ്റ് വൺ മൊഡ്യൂൾ 6 ആണ് അല്ലേ. നോക്കിയേ, ആറ്റം മോഡലാണ് പറയുന്നത്. എഗെയിൻ എവിടെ നിന്നാണ് ആറ്റം മോഡലൊക്കെ പറയുന്നത്? സ്ട്രക്ചർ ഓഫ് ആറ്റം ആണ് മക്കളെ പറയുന്നത് അല്ലേ. സ്ട്രക്ചർ ഓഫ് ആറ്റം ഈസ് പ്ലാങ്ക് ക്വാണ്ടം തിയറി, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്, ഡി ബ്രോയ് റിലേഷൻ, ഡുവൽ നേച്ചർ ഓഫ് മാറ്റർ ആൻഡ് റേഡിയേഷൻ, ഹൈസൻബർഗ് അൺസർട്ടാനിറ്റി പ്രിൻസിപ്പിൾ, ഹൺസ് റൂള് അല്ലേ, ഓഫ് ബോ പ്രിൻസിപ്പിൾ എന്നൊക്കെ പറയുന്നത് എന്താണ്? സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ ഇത് കവർ ചെയ്യാൻ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവത്തില്ല. ഇനിയുള്ള എന്താ? അയോണിക് ബോണ്ട് പ്രോപ്പർട്ടീസ്, യെസ്, ബോണ്ട് ലാൻഡെ ഇക്വേഷൻസ് അറിഞ്ഞിരിക്കണം. അതേപോലെ ബോണ്ട് ഹാബർ സൈക്കിൾ. യെസ്, എന്തിനായിരുന്നു നമ്മൾ ആക്ച്വലി ബോണ്ട് ഹാബർ സൈക്കിൾ യൂസ് ചെയ്യുന്നത്? യെസ്, ലാറ്റിസ് എനർജിയുടെ കാൽക്കുലേഷൻ ആണ്. തിയററ്റിക്കലി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ.
യെസ്, അപ്പോൾ നമ്മൾ ലാറ്റിസ് എൻതാൽപ്പി എന്ത് ചെയ്യും, ബോണ്ട് ഹേബർ സൈക്കിൾ വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. അതേപോലെ ഫജാൻസ് റൂള്, യെസ്, അതേപോലെ ഹൈബ്രിഡൈസേഷൻ, VSEPR തിയറി എന്നൊക്കെ പറയുന്നത് എന്താണ്? യെസ്, ബോണ്ട് ഓർഡർ എന്നൊക്കെ പറയുന്നത് കെമിക്കൽ ബോണ്ടിങ്ങിൽ നിന്ന് വരുന്ന ടോപ്പിക്സ് ആണ് അല്ലേ? യെസ്, ദിസ് ഇസ് റിലേറ്റഡ് ടു വോട്ട്, കെമിക്കൽ ബോണ്ടിങ്. യെസ്, അതേപോലെ ഈ 6th മൊഡ്യൂളിൻ്റെ എക്സ്റ്റൻഷനാണ് കേട്ടോ ഇത്. ഒരുപാട് ഉണ്ടായതുകൊണ്ട് ഞാൻ അടുത്ത പേജിൽ കട്ട് ചെയ്തിട്ടതാണ്. ഓക്കെ, അതേപോലെ ബാൻഡ് തിയറി, ഹൈഡ്രജൻ ബോണ്ട്, ഇൻട്രാ ആൻഡ് ഇൻട്രാമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ട്. ഇവിടെ നിന്ന് പാരാനൈട്രോഫിനോളിൻ്റെ കേസൊക്കെ ചോദിക്കും, പാരാ ആൻഡ് ഓർത്തോ നൈട്രോഫിനോൾ. ഓക്കെ, എൻ്റെ ചോദ്യം മിക്കവാറും ചോദിക്കുന്നതാണ്. അതേപോലെ യെസ്, പീരിയോഡിക് ക്ലാസിഫിക്കേഷനുമായി റിലേറ്റഡ് ആയിട്ട് യെസ് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ. പോളിങ്സ് ആൻഡ് മുള്ളിക്കൻ സ്കെയിലൊക്കെ അറിഞ്ഞിരിക്കണം. ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിൽ, സ്ലേറ്റർ റൂള് ചോദിക്കുന്നുണ്ട്. യെസ്, അപ്പോൾ പീരിയോഡിക് ക്ലാസിഫിക്കേഷൻ എഗെയിൻ എന്താണ്, +1 ആണ് പീരിയോഡിക് ക്ലാസിഫിക്കേഷൻ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നല്ല രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. +1 +2 ആണ് ഒരുപാട് ടോപ്പിക്സ് ഉള്ളത്. യെസ്, അതേപോലെ തന്നെ ട്രാൻസിഷൻ എലമെൻറ്റ്സ്, ലാന്തനൈഡ്സ്, ആക്ടിനൈഡ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, +1 +2ലുള്ള D&F ബ്ലോക്ക് എലമെൻറ്റ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, യെസ് പ്രിപ്പയർ ചെയ്യുക. D&F ബ്ലോക്ക് നല്ല രീതിയിൽ പഠിച്ചാൽ മതി, എന്തായാലും ചോദ്യങ്ങൾ വരും. ഓക്കെ, ഇനി മെറ്റൽസ്, ഒക്കറൻസ്, കോൺസെൻട്രേഷൻ ഓഫ് ഓസ്, റിഫൈനിങ് ഓഫ് മെറ്റൽസ് എന്നൊക്കെ പറയുന്നത് ഇത് എവിടെ നിന്നാണ് മക്കളെ, മെറ്റലർജിയിൽ നിന്നുള്ള ടോപ്പിക്കാണ് അല്ലേ? മെറ്റലർജി എഗെയിൻ +2ൽ നിന്ന് വരുന്ന ടോപ്പിക്സ് ആണ്. ഓക്കെ, അതേപോലെ ഇവിടെ എക്സ്ട്രാ ആയിട്ട് ക്ലാസിഫിക്കേഷൻ ഓഫ് സ്റ്റീൽ, ഹാർഡനിങ് ഓഫ് സ്റ്റീലൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ഇനി താഴോട്ട് വരികയാണെങ്കിൽ ഇവരെ നോക്കുകയാണെങ്കിൽ ഇതെന്താണ്, ഐസോമെറിസം ഇൻ കോർഡിനേഷൻ കോമ്പൗണ്ട്, വെർണേഴ്സ് തിയറി, സ്പ്ലിറ്റിംഗ് ഓഫ് ഡി ഓർബിറ്റൽസ് ഇൻ ഒക്ടാഹെഡ്രൽ, ടെട്രാഹെഡ്രൽ ആൻഡ് സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സ്. ഏത് ടോപ്പിക്കാണ് പറഞ്ഞു? ഏതാണ്? കോർഡിനേഷൻ കോമ്പൗണ്ട് ആണ് അല്ലേ? ഏതാണ്? കോർഡിനേഷൻ കോമ്പൗണ്ട്സ് ആണ് ചോദിക്കുന്നത്. യെസ്, ഇനി ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. യെസ്, ഡിഗ്രി ലെവലിൽ വരുന്ന ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ആൻഡ് ഫൈനലി ഇവിടെ റേഡിയോ ആക്ടിവിറ്റിയെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ന്യൂക്ലിയർ ഫിഷനും ഫ്യൂഷൻ്റെ കാര്യങ്ങളൊക്കെ, അതായത് നമ്മൾ മൊഡ്യൂൾ 4ൽ ഇതിനെപ്പറ്റി കുറച്ച് കണ്ടിരുന്നു. ഓക്കെ, യെസ്, അപ്പോൾ ഇവിടെ ഏതൊക്കെയാണ് വരുന്നത്? ബ്രോഡറായിട്ട് പറയുകയാണെങ്കിൽ സ്ട്രക്ചർ ഓഫ് ആറ്റം വരുന്നുണ്ട്, കെമിക്കൽ ബോണ്ടിങ് വരുന്നുണ്ട്, അതേപോലെ മെറ്റലർജി വരുന്നുണ്ട്, പീരിയോഡിക് ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്, D&F വരുന്നുണ്ട്, കോർഡിനേഷൻ വരുന്നുണ്ട്, അതേപോലെ യെസ് നമ്മുടെ റേഡിയോ ആക്ടിവിറ്റിയെ റിലേറ്റഡ് ആയിട്ടും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും മനസ്സിലാക്കുക. നൗ മൊഡ്യൂൾ 7ലേക്ക് വരുമ്പോൾ ഇവിടെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആരായിരിക്കും? യെസ്, തെർമോഡൈനാമിക്സ് നമുക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇതൊക്കെ വരുന്നത് +1 +2 ടോപ്പിക്സിൽ നിന്നാണ് കേട്ടോ. നിങ്ങൾ കുറച്ചൊക്കെ ഫിസിക്സിലും പഠിച്ചിട്ടുണ്ടാവും. ലിക്വിഫാക്ഷൻ ഓഫ് ഗ്യാസസ്, ഇൻവേർഷൻ ടെമ്പറേച്ചർ, സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, ഹെസ്സസ് ലോ, ബോണ്ട് എനർജീസ്, ഇതൊക്കെ എന്താണ്? യെസ്, തെർമോഡൈനാമിക്സുമായി റിലേറ്റഡ് ആണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ എന്തായിരുന്നു? ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ, ലോ ഓഫ് മാസ് ആക്ഷൻ എന്നൊക്കെ പറയുന്നത് എന്താണ്? യെസ്, കെമിക്കൽ ഇക്വിലിബ്രിയത്തിൽ നിന്നാണ്. അയണിക് ഇക്വിലിബ്രിയത്തിൽ നിന്ന് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ കെമിക്കൽ ഇക്വിലിബ്രിയം നിങ്ങൾ പഠിച്ചിരിക്കണം. ഓഫ് കോഴ്സ് ഞാൻ പറയും ഇക്വിലിബ്രിയം ഫുള്ളായിട്ട് പഠിച്ചോളൂ, അങ്ങനെയാണെങ്കിൽ എല്ലാം കവർ ആയിക്കോളും. ഓക്കെ, തെർമോഡൈനാമിക്സ്, യെസ്, പിന്നെന്താ റേറ്റ് ഓഫ് റിയാക്ഷൻ, കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ എന്തായിരിക്കും? യെസ്, നോക്കി, ഫസ്റ്റ് സെക്കൻഡ് ഓർഡർ തേർഡ് ഓർഡർ റിയാക്ഷൻ, റേറ്റ് ലോ, ട്രാൻസിഷൻ സ്റ്റേറ്റ് തിയറി, അറീനിയസ് ഇക്വേഷൻ എന്നൊക്കെ പറയുന്നത് ഏത് ടോപ്പിക്കിൽ നിന്നാണ്? യെസ്, കെമിക്കൽ കൈനറ്റിക്സ് ആണ് അല്ലേ? യെസ്, ഏതാണ്? കെമിക്കൽ കൈനറ്റിക്സ് ആണ്. ഇതും എന്താണ്? +2 ലെവൽ ടോപ്പിക്സ് ആണ്. യെസ്, കെമിക്കൽ കൈനറ്റിക്സ്. അതേപോലെ മക്കളെ ഇവിടെ ഫോട്ടോസിന്തസിസ്, അതേപോലെ ഫ്ലൂറസെൻസിനെ പറ്റിയും ഫോസ്ഫോറസെൻസിനെ പറ്റിയൊക്കെ നിങ്ങൾക്ക് കുറച്ചൊരു ഐഡിയ വേണം. ഇവിടെ നിന്ന് ഡയറക്റ്റ് ആയിട്ട് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അവർക്ക് ചോദിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളും കൂടെ ഒന്ന് ആലോചിച്ച് വെക്കുക. പിന്നെ ഉള്ളത് യെസ്, കെമിസ് ഓപ്ഷൻ, ഫിസിക്സ് ഓപ്ഷൻ എന്നൊക്കെ പറയുന്നത് എവിടെയാണ്? സർഫസ് കെമിസ്ട്രിയുമായി റിലേറ്റഡ് ആണ് അല്ലേ? സർഫസ് കെമിസ്ട്രി, കൊളോയിഡ്സിനൊക്കെ പറ്റിയൊക്കെ പറയുന്നുണ്ട് അവർ. ഗോൾഡ് നമ്പർ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഗോൾഡ് നമ്പർ, അതേപോലെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് അഡ്സോപ്ഷൻ ഐസോതേം അല്ലേ? ഫ്രെഡ്ലിഷ്, ലാങ്ക്മെയർ അഡ്സോപ്ഷൻ ഐസോതേമിനെ പറ്റിയൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണം. ആൻഡ് ലാസ്റ്റിൽ നിങ്ങൾക്ക് ഇവിടെ എന്ത് കാണാം? ഇലക്ട്രോ കെമിസ്ട്രി. എന്താണ്? ഇലക്ട്രോ കെമിസ്ട്രി നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നോക്കി, ഏതൊക്കെയാണ്? തെർമോഡൈനാമിക്സ് നമുക്ക് കവർ ചെയ്യണം, ഇലക്ട്രോ കെമിസ്ട്രി, കൈനറ്റിക്സ്, സർഫസ് കെമിസ്ട്രി, ഇക്വിലിബ്രിയം, ഇതൊക്കെയാണ് നിങ്ങൾക്ക് കവർ ചെയ്യേണ്ടത്.
ആൻഡ് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, യെസ് ഫേസ് ഇക്വിലിബ്രിയെ പറ്റിയിട്ടും നമുക്ക് അറിഞ്ഞിരിക്കണം. ഫേസ് ഇക്വിലിബ്രിയ ഇവിടെ നിന്ന് മിക്കവാറും ചോദിക്കുന്നതാണ്. യൂടെക്റ്റിക് പോയിന്റ്, ഓക്കെ, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കാൽക്കുലേറ്റ് ചെയ്യാൻ, ഓക്കെ, ഡിഗ്രീസ് ഓഫ് ഫ്രീഡം കാൽക്കുലേറ്റ് ചെയ്യുന്ന ചോദ്യങ്ങൾ മിക്കവാറും വരുന്നതാണ്. അപ്പോൾ ഇവിടെ യെസ് ഫേസ് ഇക്വിലിബ്രിയെ പറ്റിയിട്ടും നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. ഓക്കെ, ഇതുമായി റിലേറ്റഡ് ആയിട്ട് 50 ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്തു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ഐഡിയ വരും. ഓക്കെ, നമ്മുടെ കോഴ്സിൽ ഇതൊക്കെ തന്നെയാണ്, ഇങ്ങനെ സ്ട്രക്ചർ ചെയ്തിട്ട് തന്നെയാണ് കോഴ്സിൽ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. കെമിസ്ട്രിയിൽ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ബാക്കിയുള്ളത് നമ്മുടെ കോഴ്സിലേക്ക് എൻറോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇനി മൊഡ്യൂൾ 8മായി റിലേറ്റഡ് ആയിട്ട് എന്താണ്, ഓർഗാനിക് കെമിസ്ട്രിയാണ് മക്കളെ. ഓർഗാനിക് കെമിസ്ട്രി കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യണം. യെസ് 50 ക്വസ്റ്റ്യൻസ് ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ കാർബണിനെ പറ്റിയൊക്കെ നമുക്കറിയണം. സ്റ്റീരിയോ ഐസോമേഴ്സിനെ പറ്റി നമുക്കറിയണം. യെസ് സ്റ്റീരിയോ ഐസോമേഴ്സിനെ പറ്റിയൊക്കെ നമുക്കറിയണം. ബേസിക്കലി കംപ്ലീറ്റ് അറിയണം. ഇൻഡക്റ്റീവ് എഫക്റ്റ്, മീസോമറിക് എഫക്റ്റ്, ഹൈപ്പർ കോൺജുഗേഷൻ, എലിമിനേഷൻ ആൻഡ് റീഅറേഞ്ച്മെൻറ്റ്, മെക്കാനിസം, SN1 SN2 E1 E2 കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഇവിടെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നോമൺ ക്ലേച്ചർ നമുക്കറിയണം. ആൽക്കെയിൻ, ആൽക്കീൻ, അതായത് ഹൈഡ്രോ കാർബൺസ് ആണ് പറയുന്നത്. ആൽക്കഹോൾസ്, ആൽഡിഹൈഡ്സ്, കീറ്റോൺസ്. അപ്പോൾ എന്തായിരിക്കും, ആൽക്കഹോൾ ഫീനോൾസിനെ പറ്റി നമുക്കറിയണം. അതേപോലെ ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, +2 ലെവലിലുള്ള ടോപ്പിക്കാണ്. ആ കാര്യങ്ങൾ നമുക്കറിയണം. ആൻഡ് അഗെയിൻ അരോമാറ്റിസിറ്റിയെ പറ്റി നമുക്കറിയണം. ബെൻസീനെ പറ്റി എല്ലാം തന്നെ നമുക്കറിയണം. ഇലക്ട്രോഫിലിക് അരോമാറ്റിക് സബ്സ്റ്റിറ്റ്യൂഷൻ അറിയണം. ഓക്കെ, ഗ്രിഗ്നാർഡ് റിയേജൻറ്റ്, അതായത് ബേസിക്കലി നിങ്ങൾ എന്ത് ചെയ്യണം, കംപ്ലീറ്റ് +2 സിലബസ് നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഗ്രിപ്പ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഓർഗാനിക് കെമിസ്ട്രി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കവർ ചെയ്യാം. ഓക്കെ, ആൻഡ് അഗെയിൻ ഇവിടെ നിന്ന് നിങ്ങൾക്ക് പോളിമേഴ്സും ഉണ്ടാകും. ഓക്കെ, പോളിമേഴ്സും ബയോമോളിക്യൂൾസും നമുക്ക് ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ കവർ ചെയ്യുക. ഓക്കെ, കെമിസ്ട്രി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല രീതിയിൽ തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ഒരു മാർക്ക് പോലും വിട്ടുകൊടുക്കാതിരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യത്തെ 5 റാങ്കിൽ തന്നെ നിങ്ങൾക്ക് സ്ഥാനം കിട്ടും. അപ്പോൾ നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക മക്കളെ. മൊഡ്യൂൾ വൈസ് നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. നല്ല രീതിയിൽ തന്നെ നമുക്ക് ഒരുമിച്ചിട്ട് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു ഗൈസ്.